ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെറർ ഗേൾസ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കോൾഡ് ബൂസ്റ്റാണ് ഗൈസ്. എങ്ങനെ ആക്കേണ്ടതെന്ന് വലിയ പെടുത്തൊന്നുമില്ല. ഞാൻ കോൾഡ് കോഫി ആക്കിയിട്ടുണ്ട്, പക്ഷെ മറന്നുപോയി. അതേ മെത്തേഡിൽ തന്നെ ആക്കേണ്ടത്. കോഫി പൗഡറിൻ്റെ പകരം ബൂസ്റ്റ് ഇടാനുണ്ടോ? നമുക്ക് ആക്കാം. ഇത് 2 പാർട്ടായിട്ടാട്ടോ വരിക. അടുത്ത പാർട്ട്, നെക്സ്റ്റ് പാർട്ട് വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഹായ് നോക്കൂ ഗൈസ്, ഗ്ലാസ് ഒരു ഗ്ലാസ് എടുക്കുക. ബൂസ്റ്റ് ഓ ഞാൻ ആക്കി കൊടുക്കണം. എന്നെ ചോദിക്കുമ്പോൾ പറയും. ഇതിൻ്റെ മിക്സ് നമുക്ക് ആദ്യം റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് ചോറ് കഴിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം വേണ്ട കേട്ടോ, കുറച്ചേ വേണ്ടൂ. മതിയാവും. അയ്യോ, മൊത്തം താഴെ വേണം. ഇത്ര മതിയാവും. നമുക്ക് താഴെ വീണത് തുറന്നു കേട്ടോ. കുറച്ച് മതിയിട്ടൊരു 1 സ്പൂൺ മതിയാവും ബൂസ്റ്റ്. മൊത്തം വേണ്ട. ഒരു 5 രൂപേൻ്റെ ബൂസ്റ്റ് മേടിച്ചാൽ 5 രൂപേൻ്റെ ബൂസ്റ്റിനെ കൊണ്ട് നമുക്ക് മൊത്തം സെറ്റാക്കാം. കണ്ടോ? ഇനി നമുക്ക് എന്ത് വേണം? വെള്ളം ഒഴിക്കണം കേട്ടോ അതിൽ. അപ്പോൾ ഗൈസ്, നമുക്ക് എല്ലാവർക്കും വെള്ളം ഒഴിക്കാം. 1 സ്പൂൺ ബൂസ്റ്റ് എടുക്കും, 1 സ്പൂൺ തന്നെ വെള്ളം. ഇപ്പോൾ ഇതിടാൻ മറന്നു കേട്ടോ. ഇവിടെ പഞ്ചസാര, ഈ വെള്ളം ഒഴിക്കാം. എന്നിട്ട് പഞ്ചസാരയാണ് പറഞ്ഞത്. ചില ബൂസ്റ്റ് പൗഡർ ഇടുക, പഞ്ചസാര, പിന്നെ വെള്ളം. കുറച്ച് പഞ്ചസാര അങ്ങനെയാട്ടോ വേണ്ട. കുറച്ച് ദേഷ്യമോടെ കുറച്ച് വെള്ളം. കണ്ടോ? എനിക്കിത് പുളിക്ക് ചർബത്ത് പോലെ പുളിക്കണം ഗൈസ്. അതിനായിട്ടൊരു എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒഴിച്ചിട്ട് പുളിക്കാം കേട്ടോ. ഞാൻ കഴുകി വെച്ചാണ് ഗൈസ്. ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഒഴിച്ചിട്ട് ഞാൻ കുലുക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങോട്ട് നോക്കുന്നത് നന്നായിട്ടാണ്. നമുക്ക് വേണ്ടത്ര പൗഡർ ഇട്ടിട്ട് പഞ്ചസാര കുറച്ച് മതി. എന്താ വെച്ചാൽ ഇതിൽ ഓൾറെഡി കുറച്ച് ഷുഗർ മതിയുണ്ട്. കുറച്ച് മതിയുള്ളൂ പഞ്ചസാര. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബൂസ്റ്റ് ഇടുക, പിന്നെ വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുലിക്കണം കേട്ടോ. അതിനായിട്ടാണ് ഞാൻ ബോട്ടിലാക്കുന്നത്. ഇങ്ങനെ തന്നെയാണോ ആക്കേണ്ടതെന്ന് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കോൾഡ് കോഫിയൊക്കെ അയക്കാതാണ് വെച്ചാൽ ഈ ബൂസ്റ്റ് പൗഡറിന് പകരം കോഫി പൗഡർ ചേർത്താൽ മതി കേട്ടോ. കോൾഡ് ബൂസ്റ്റ് അങ്ങനെ ആക്കും. ഇത് ഇടാം. നമുക്ക് കുലിക്കാൻ തുടങ്ങാം.
നമുക്ക് നന്നായിട്ട് കുലുക്കിയിട്ട് സെറ്റാക്കാം. കുറച്ച് തണുക്കാൻ ഫ്രിഡ്ജിൽ നമുക്ക് വയ്ക്കാം. കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ആ ഒരു മിക്സ് ആക്കാം. നമുക്ക് കുലുക്കി സർബത്ത് പോലും കുലുക്കി എടുക്കണം കേട്ടോ. അതിലുണ്ടാ ഇല്ല നമുക്കിനി ഇത് നന്നായിട്ട് കുലിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ഫ്രീസറിൽ വെക്കണം. തണുത്ത് വരണം. എന്നിട്ട് ബാക്കി നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ അത് തണുത്ത് വരുമ്പം പാലൊഴിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കണം. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വേറൊരു പാർട്ട് 2 ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ പാർട്ട് 2 ആയിട്ട് ഞാൻ വേറെ വീഡിയോ വരുന്നതായിരിക്കും. ഞാൻ ഭക്ഷണം കഴിച്ച് പാല് വന്നില്ല കേട്ടോ. പാല് വരുന്നപ്പോഴത്തേക്ക് ഇത് റെഡിയാക്കി വെച്ചാണ്. നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് വെക്കാണ്. ഭക്ഷണം കഴിക്കട്ടെ. ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. ബൈ.